പച്ചക്കുത്തരി. അത് ഞാൻ ഇവരെ കാണിച്ച് പാക്കറ്റ് ഏതാന്ന് ഞാൻ കാണിക്കാം. അത് ഞാൻ നല്ലപോലെ കഴുകി 4 ക്യാൻ തേങ്ങാപ്പാലിനകത്ത് കുക്ക് ചെയ്യും. മനസ്സിലായോ? അത് ആ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ തേങ്ങാപ്പാൽ ക്യാൻ കഴുകി ആ വെള്ളം എല്ലാം അങ്ങ് ചേർക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന 1-ാം പാലോ 2-ാം പാലോ 3-ാം പാലോ എന്നൊക്കെ പറയും. അപ്പൊ ആ 3-ാം പാലിനകത്താണ് ആക്ച്വലി ആ റൈസ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഐ ആഡഡ് വാട്ടർ. അപ്പൊ അതിന്റെ തിക്നെസ് പോവല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചക്കരപ്പാനി ഉണ്ടാക്കി വെച്ചു ഓൾറെഡി. അത് ഞാൻ ഒരു കണ്ടെയ്നറ് ഒരു സോസ്പാനകത്ത് ശർക്കര ഇട്ടിട്ട് അത് ഞാൻ പറയാം എത്ര അളവെന്ന് 3 എണ്ണം ഞാൻ ചേർത്തു. നമുക്ക് വാൾമാർട്ടിൽ കിട്ടും മേടിക്കാൻ. ഇതിന്റെ പേര് വെർക്ക. ഇറ്റ്സ് വെരി ചീപ്പ്. $2.5 ഒരെണ്ണത്തിന്. ഓക്കെ. അത് ഞാൻ ഇത് എത്ര എണ്ണം പാനിയാക്കി 3. ഇത് 3 ഡബ്ബയോ? 3 എണ്ണം. അതിന്റെ ആ 3 എണ്ണം ചേർക്കുമ്പോ എത്ര വെള്ളമാണ് ചേർക്കുന്നത്? അതിനകത്ത് ആക്ച്വലി ഞാൻ എന്റെ സോസ്പാനിന് ഒരു 1/2 സോസ്പാൻ. പക്ഷെ ഇതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അത് നിറഞ്ഞു. പിന്നെ ഞാൻ ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് പറ്റിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒഴിച്ചത് ചെയ്ത അരി അല്ലേ? പിന്നെ വേറൊരു സംഗതി എന്താന്ന് ചോദിച്ചാൽ അരി വെന്ത് കഴിഞ്ഞ് പാനി ഒഴിക്കാവുള്ളൂ. പാനിക്കകത്ത് ഒരിക്കലും അരി വേഗത്തില്ല, പിന്നെ അത് മെസ്സപ്പായി പോകും. സോ പാലിനകത്ത് ഇത് കുക്ക് ചെയ്ത് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് നന്നായിട്ട് വെന്തു. നല്ലപോലെ പറയണ്ടോ? അടപ്രഥമനുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇതൊന്നും ചേർക്കല്ലോ, പക്ഷെ ഞാൻ ഇതൊക്കെ അങ്ങ് ചേർക്കും. ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് ഞാൻ ഒരു ഇച്ചിരി വെള്ളത്തില് അത് അന്നേരം അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിക്കും. അന്നേരം അത് കട്ട പിടിക്കുകയല്ല. മനസ്സിലായോ? അത് ഹാഫ് കുക്ക് ചെയ്തിട്ട് അത് ഊറ്റിയിട്ട് ഇതിനകത്ത് ചേർക്കും. ഈ അരിയുടെ അതിനകത്തോട്ട് അടയും കൂടി ഇടുവോ? അതിനകത്ത് പല സാധനം വരാനിരിക്കുന്നുള്ളൂ. അതെല്ലാം ഞാൻ നേരത്തെ ചെയ്തു വെച്ചല്ലേ. പിന്നെ അതാ നിങ്ങൾ ഈ ഇടയ്ക്ക് കടിക്കുന്നത്. അത് ഓൾറെഡി ഇതിന്റെ പേര് 100% നാച്ചുറൽ അൺകൺവേർട്ടഡ് ആണിത്. നമ്മൾ ചോറ് വെക്കുന്ന അരിയല്ല. ഇത്രയും റൈസ്. ഓക്കെ, മനസ്സിലായോ? സിവപ്പ് ഞാൻ ഒരിച്ചിരി എണ്ണമയം ഒഴിക്കുക ബട്ടറിന് പകരം. അത് എന്തുവാ, അട ഉണ്ടാക്കുമ്പോ ഇച്ചിരി എണ്ണ ഒഴിക്കും. ഒട്ടത്തില്ല അല്ലേ? ഒട്ടത്തില്ല. എന്നിട്ട് അടയിടും. അത്രയും പായസമില്ലേ ഇത്? അത്രയും മതിയായിരിക്കും. അല്ലേ അതങ്ങിട്ട് അത്രയായിട്ട് എന്നാ വെച്ചേക്കാൻ. ഇത് ഒരു പാക്കറ്റ് അടയുടെ കുഞ്ഞിന്റെ ഒരു പാക്കറ്റ് മോളി. ശരി, ഹാഫ് ഏത് സമയമായപ്പോഴാ പാലൊടിച്ച്? അത് ഇച്ചിരി കുറുകയപ്പം ഇങ്ങനെ വെക്കുമ്പോ ഇച്ചിരി തിക്കായിട്ട് തോന്നും. അന്നേരം 3.25. ഞാനിത് ഹോമയാ അതിന് ചേർക്കുന്ന പായസം. പിന്നെ ഇച്ചിരി നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ഇട്ടിട്ടുണ്ട്. ചിരിക്കടേ. എനിക്ക് അന്നിട്ട് ഇതിന്റെ വീഡിയോ ഒരു ലിറ്റർ അടിച്ചു. ഓക്കെ. പിന്നെ നമുക്ക് അനുസരിച്ച് ചേർക്കാം. മറ്റേ തേങ്ങാപ്പാൽ ഇനിയും ചേർക്കണമല്ലോ. ഇനി ഓൾറെഡി 4 പാല് ഒഴിച്ചു. ഇനിയും വേണം. ഒടുവില്ല. അതൊക്കെ 3 milk and 1 liter 4 കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു. ചിലപ്പോ മറ്റേ പാല് നമുക്ക് ഇച്ചിരൂടെ. ആ ചെറിയ ടിന്നാണോ ആന്റി? ഓക്കെ, ഈ ടിന്ന്. സോ ഇത് 400 ml. തേങ്ങാപ്പാല് നമ്മൾ ആ ക്യാൻ പൊട്ടിക്കല നല്ല തിക്കല്ലേ. അപ്പൊ ആ പാലൊഴിച്ചിട്ട് അതിനകത്ത് ഓരോ ക്യാൻ വെള്ളം ഒഴിക്കാം. സോ അപ്പൊ 4 കപ്പ് തേങ്ങാപ്പാലിനകത്ത് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാല്, നാട്ടിലെ തേങ്ങാപ്പാലില്ല. അവര് ഒന്നാം പാലിങ്ങനെ പിഴിഞ്ഞൊക്കെ എടുക്കുമല്ലേ. അതിന് വേണ്ട, ഇതിന് വേണം. നമ്മളിപ്പോ കാണിച്ച ക്യാനിന് വേണം. കാരണം ഇത്
so thick. ചൗധരി അല്ലെ സബൂദാന. അതിനെന്നാ പറയുന്നത്? സബദാന. ഇതെന്ത് കുതിർത്തിട്ടൊന്നും ഇല്ലല്ലേ? ഇതിനകത്ത് കിടന്നു വന്നോളൂ, കുഞ്ഞതല്ലേ. ഓക്കെ, ഞാനിങ്ങനെ അങ്ങനെ ഇട്ട്. നമുക്ക് തിളപ്പിച്ച് ഇപ്പം മുളമ ഒടിഞ്ഞ് തിളപ്പിച്ചിട്ട് അങ്ങനെ ഇട്ട് വെണ്ണ ഇടാം. പക്ഷെ ഞാൻ ഇങ്ങനെ ഇടുവാ. ആന്റി ഇങ്ങനെ ഇടുന്നേ എന്താന്ന് ചോദിച്ചാല് ഒന്നിച്ചിങ്ങനെ ഇടരുത്, അന്നേരം കട്ട പിടിക്കും. നമ്മൾ നിന്നിട്ട് കാര്യമുണ്ടോ? പ്ലസ് എന്ന് പറഞ്ഞു കൊടുത്തേ. പ്ലസ് എന്ന് പറയടി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേടി. മനസ്സിലായി. അരി നല്ലപോലെ കുക്കണം. 4 ഗ്ലാസ് 4 കപ്പ് തേങ്ങാപ്പാലിനകത്ത് 4 കപ്പ് വെള്ളം. അതിനകത്ത് ഇങ്ങനെ അരി എന്നിട്ട് ഉരുക്കിയിട്ട് അതെ. ശർക്കര എത്ര ശർക്കരയുടെ ടിന്നായിരുന്നു? 3 ശർക്കരയുടെ ടിന്ന്. നമ്മുടെ ബർക്കയുടെ ഒരു ബോട്ടിൽ സാധനം വെള്ളം ഒഴിച്ച് കുറുക്കി അരി തിളച്ച് കഴിയുമ്പോഴേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതിനകത്ത് ഇരിപ്പുണ്ടോ ബർക്കയുടെ? ആന്റി ഒരു ക്വസ്റ്റ്യൻ, അരി എത്ര ഇട്ടേ? 2 കപ്പ്. ഗുഡ് ഗേൾ. എന്തൊക്കെയാ നമുക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോ ഇത്രയൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ, കുറച്ചല്ലേ. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാം. ഇത്ര ഉണ്ടാക്കി അയൽക്കാർക്ക് കൊടുക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കും അല്ലേ? ഞാൻ സാവധാനായിട്ടില്ല. ചേച്ചി നമുക്ക് സ്വന്തം നെയ്യ് അനുസരിച്ച് പാലൊഴിക്കണം. അവിടെ ഒരു സ്റ്റുഡന്റ് എഴുതി എടുക്കുകയായിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് 3 ലിറ്റർ. 3 ലിറ്റർ ഒഴിച്ചു. ഇനി ഞാൻ പാല് കുടിക്കുന്നില്ല, ഞാൻ തേങ്ങാപ്പാലും മറ്റേ പാലും ചേർക്കുന്നുള്ളൂ. അത് കുറുകിയപ്പോഴാണ് ആന്റി ഒഴിച്ചേ? അതെ, ഈ അടയും അപ്പൊ ഞാൻ 3 ലിറ്റർ ഒഴിച്ചു. 3 ലിറ്റർ ടോട്ടല്. അതൊന്നും അരി വേവിക്കാൻ എടുത്തല്ലേ. അപ്പൊ ഇതിടുമ്പം വെള്ളം ചേർക്കല്ലേ കേട്ടോ. ഓക്കെ, വെള്ളം ചേർക്കാതെ പച്ചവെള്ളത്തിന്റെ ചോറ്. അന്നേരം വെള്ളം ചേർക്കും. ഇതേ കുറച്ചിട്ടാൽ അത് വലിയതാ. ഇതങ്ങ് പൊടി എപ്പം മേടിച്ചാലും, കാരണം അല്ല നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ എന്തുവാ വായില് ഇലയൊക്കെ വരും. പൊടി ഇടാതെ ഇല മാത്രം. ഏല വലിയ ഇല ചലോ പൊടി വീണാലും മതി. ഇത്രയും ഇതിന് വലിയ മണമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ. ചുമ്മാ കരിയില പോലെ ഉള്ളൂ. കാണിച്ച എങ്ങനെയാ കുറുകുന്ന മനസ്സിലാവുന്നത്? കട്ടി ഞാൻ ഇച്ചിരി പാലൂടെ ഒഴിക്കുവാണേ. എന്തുകൊണ്ട് ഇപ്പൊ ഒഴിക്കാൻ തോന്നിയേ? ചുട വെള്ളാവാനും വേണ്ടിയോ? ചൂടൊന്നും വേഗം ആ സാബുദാന ശാലും കൂടെ വേവാനുണ്ട്. ഇത് മൂങ്കാല് റോസ്റ്റഡ് അല്ലേ? അപ്പൊ ഈ റോസ്റ്റ് ചെയ്തപ്പോ എന്തെങ്കിലും നെയ്യോ എണ്ണയോ ഒന്നുമില്ല? ഓ, ഓക്കെ. കരിഞ്ഞു പോലെ കരിയരുത്. എന്റെ ഇച്ചിരൊക്കെ എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ആ കരിഞ്ഞ എല്ലാം എടുത്ത് സ്പോട്ട് മാറ്റി. ചെറിയ മക്കളെ ഇത് കറുത്തിരിക്കുന്നു. അത് വെന്ത് വരുമ്പോ പൊട്ടിത്തെറിക്കും. നല്ല അത് തിക്കാവുമ്പോ അത് പുറത്തിങ്ങനെ തെറിച്ച് കണ്ടിങ്ങനെ ചാടും. അതിന്റെ അടുത്ത് ഇതെല്ലാം സ്വർണം ഇപ്പൊ ഇട്ടു. പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ടാണോ അടുത്തത്? ഇല്ല, എല്ലാം ഞാൻ ഇപ്പൊ ഇടാം. 1 ലിറ്ററുള്ളൂ. ഒന്ന് മതി. 3 ഇടുന്നുണ്ട്. ഇത്രയും പായസം. സോ എല്ലാ തവണ ഉണ്ടാക്കുമ്പോൾ ഈ അളവ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കൽ പോലെ ഒത്തിരി മധുരം കിട്ടുന്നില്ലല്ലോ. എല്ലാം
നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ജെസ്സി ഒന്ന് നോക്കാം. ഇതിന് എല്ലാം കൂടെ ഇതിനും മധുരമാണ്. ജെസ്സി ഒന്ന് നോക്കിയാൽ മധുരം ഉണ്ടോ? ആന്റി അപ്പം 3 കണ്ടക്ടർ ഈ ഡിസംബറിനുള്ളിൽ ഇത് ആന്റി ഉണ്ടാക്കി വെച്ച ചുക്കുപൊടിയാണ്. അല്ല, വാങ്ങിച്ചതാ. ഒന്ന് നോക്കി ഇളക്കിക്കോണേ. നേരത്തെ ഇട്ടാൽ മതി. ചുക്കുപൊടി ഇത് ഇളക്കണം. ഓക്കെ, കട്ടി പിടിക്കാതെ മതി. ഒരു 1.5 ടേബിൾ സ്പൂൺ അത് നോക്കാം. അല്ല, നമുക്ക് നോക്കിയിട്ട് ചുക്കുപൊടി ഇട്ടാൽ നന്നായിട്ട് ഇളക്കിക്കാം. നല്ല കട്ടി പിടിക്കും. ഇനി എല്ലായിടത്ത് തന്നെ അത് കൂടും. അതെ, ഇളക്കണം. ചുക്കുപൊടി പൊടി ഐറ്റം എല്ലാം ഇതുപോലെ ഇളക്കി ജിഞ്ചർ, ഡ്രൈ ജിഞ്ചർ. ഓ, ജീരകമാണോ പൊടിച്ചേ? ആ, അതും അപ്പൊ പൊതുവെ ഇടുമ്പോ ആന്റി ഇടും, അങ്കിൾ ഇളക്കുവോ? അങ്ങനെയാണോ? പിന്നെ അപ്പൊ 2 പേരുണ്ടെങ്കിൽ നല്ലതാ. ഇത്രയാണ്. സോ ഇത് 2 ടേബിൾ സ്പൂൺ അല്ലേ? അത്രയും സാധനം. ഇനിയും ഞാൻ ഇച്ചിരി ഏലക്ക അത് പൊടിച്ചു വെച്ചോ? ഇല്ല, പൊടിക്കാൻ പോവാം. ഓക്കെ. ആ, ഏലക്ക പൊടിഞ്ഞുണ്ടോ? ഏലക്ക നല്ല ഇളക്കൂഞ്ഞേണ്ട. ഇതാണ് ഏലക്ക. എനിക്കറിഞ്ഞ ആന്റി ഓടിച്ചിടാനുള്ള ചാൻസ്. ഞാൻ കുറച്ച് ഇളക്കിക്കോണേ. ഓക്കെ. ഇളക്കുവാണേ. സോ ഏലക്ക ആന്റി നന്നായിട്ട് കുറെ എടുക്കും. അതേ മണമുള്ള ആക്ച്വലി ഇന്ത്യയിലെ ഹോപ്പ്ഫുള്ളി ഇടയ്ക്കൊന്ന് ആന്റി ഇളക്കല ശരിയാവത്തുള്ളൂ. ഞാൻ പോയി ചോറ് കഴിച്ചു. ഇനി ഞാൻ ഇത് വിട്ട് പിന്നെ അവസാനം ടേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ട് എല്ലാം. വേണമെങ്കിൽ ഒരു കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ ഒരു തേങ്ങാപ്പാലോ എന്നതിന് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ആ ഫ്ലേവർ വന്നു. സോ ഇത് അടി കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പറയുന്ന കേൾക്കുമ്പോ തോന്നി ഞാനാ മൊത്തം ഇളക്കിയത്. ആന്റി ഇടുക. ആന്റിക്ക് പറഞ്ഞ ഷുഗർ കുറവ് പോലെ തോന്നിയോ? അതോ അതിന്റെ ഒരു ഇച്ചിരി റിച്ച്നെസ്. ഇപ്പൊ 4 ടിന്ന കണ്ടൻസ് മിൽക്ക് കിട്ടും അല്ലേ? ടോട്ടലി ഞാൻ 4 കഴിക്കുന്നത്. ഇത് എത്രയാണറിയോ ഈ പാത്രം കുടിക്കാൻ പറ്റുന്ന? 50 പേർക്ക് മിനിമം. നമ്മളൊന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് 50 to 60 ആൾക്കാർക്ക് ഇത് കുടിക്കാം. സോ ഇനി ഇപ്പോഴാണോ ആന്റി ഇതൊക്കെ ഇടുന്നത്? ഇനി അതും കൂട്ടിയിടാൻ പോവാം. സോ ഇതിനകത്ത് എന്തൊക്കെയുള്ള? തേങ്ങാക്കൊത്ത്, പിന്നെ ആൽമണ്ട്, ആൽമണ്ട്, പിന്നെ കാഷ്യൂ. ഒഴിക്കുവോ അപ്പൊ ആന്റി? 7 കണ്ടെയ്നർ തേങ്ങാപ്പാൽ ഒഴിച്ചു അല്ലേ ആന്റി? 2, 4, 5, 6, 7 കണ്ടെയ്നർ ഒഴിച്ചു. 7 ഒഴിച്ചു. മതി. ഇനി ഇളക്കിക്കോ. അതെല്ലാം ഓരോ ഐറ്റം. ഇതൊരു ടാസ്ക്. ചതറിച്ച് പിള്ളേർക്കൊന്നും നട്ട്സ് അലർജി ഉണ്ടോ വല്ലവർക്കും? ഞാൻ ആൽമണ്ട് വിട്ടിട്ടുണ്ട്, കാഷ്യൂസും ഉണ്ട്. അലർജി ഉള്ളവരൊന്നും കഴിക്കില്ലേ അപ്പാ?
സോ ആന്റിക്ക് ഇടണോ ആന്റി? ഓ വേണ്ട വേണ്ട, ഇട്ടോ ഇട്ടോ ഇട്ടോ. ആന്റി ഇളക്കുമല്ലേ. അപ്പൊ കൊറേ ഉണ്ടായിരുന്നേ. തേങ്ങാക്കൊത്തൊക്കെ എത്ര ഉണ്ട്? കൊറേ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ആ കുറച്ച് ഒരു മുറി. അങ്ങനെ ഫൈനൽ സ്റ്റേജ് ഒരു കപ്പ് തേങ്ങാക്കൊത്തോ ഇല്ല 1.5 കപ്പ് അത്രയുണ്ട്. അതും നമ്മള് ഡ്രൈ ചെയ്യുമ്പോൾ വറക്കുമ്പോ റോസ്റ്റ് ചെയ്യുമ്പോ എണ്ണ അല്ല അതെല്ലാം ഞാൻ നെയ്ക്കകത്തിടും. വറുത്തിടും. ഓക്കെ. അതെല്ലാം ഞാൻ വറുത്ത് നേരത്തെ ഇല്ല. അപ്പൊ നമുക്ക് ആ അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള പായസം റെഡി. പായസം റെഡിയായി. ഇനി ഒന്ന് ക്ലോസപ്പ് ആയിട്ടൊന്ന് കാണിച്ചു. സോ എല്ലാം ഇട്ട് പായസം റെഡി. ഇപ്പം പുതിയതായിട്ടിട്ട് തേങ്ങാപ്പാൽ തിളച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ തിളച്ചല്ല അതിലങ്ങ് ഇതെന്തായിക്കോളും. എന്നിട്ട് ഓയിലായിരിക്കുമല്ലോ. അപ്പം ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ഇനി പോയി ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അങ്ങനെ പായസം പരിപാടി പായസം പരിപാടി തീർന്നു. ഞാൻ അങ്ങോട്ട് ഒരു ബൈ പറഞ്ഞേക്കാൻഡി. ബൈ. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്.